യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. ഈ ഗലാത്യ സഭയിലും കൊരിന്ത്യ സഭയിലും എല്ലാം ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതേ ഉപയോഗം കൊരിന്ത്യ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്. ഒരാള് ഒരു ലോകസ്നേഹം, ദ്രവ്യാഗ്രഹം, ജഡമോഹം, പുളിപ്പുമായിട്ട് വന്നാൽ അത് ഈ കൂട്ടത്തെ മുഴുവൻ എന്ത് ചെയ്യും? പുളിപ്പിക്കും. അതുകൊണ്ട് അവിടുത്തെ ഇടയൻ, അവിടുത്തെ മൂപ്പന്മാര്, അവിടുത്തെ ദൈവമക്കളോടെല്ലാം പരിശുദ്ധാത്മാവിനെ, കൊരിന്ത്യയിലെ സഭയാണെങ്കിലും ഗലാത്യയിലെ സഭയാണെങ്കിലും കൊച്ചിയിലെ സഭയാണെങ്കിലും പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുള്ള ഒരൊറ്റ കാര്യമാണ്, നമ്മൾ ഓരോരുത്തർ വരുമ്പോൾ ഞാൻ ഒരാൾ മതി സഭയിൽ ഇടർച്ചയായി തീരാൻ. ഞാൻ ഒരാൾ ആത്മീയമായിട്ട് ക്ഷീണിച്ചാൽ മതി. എന്നിൽ നിന്ന് ആത്മീയ ക്ഷീണം പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മീറ്റിംഗ് സമയത്തൊക്കെ വളരെ നമ്മൾ ആത്മീയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. മീറ്റിംഗ് കഴിയുന്നുണ്ട്, എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ പണം വർദ്ധിക്കാം, എങ്ങനെ കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അധികം കണ്ടിട്ടില്ല, പലയിടത്തും കണ്ടിട്ടുണ്ട്. സോ അപ്പം മനസ്സ് മുഴുവൻ എന്തുമായിരുന്നു? എങ്ങനെ പണം മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം. ഇന്നലെ ഞങ്ങൾ പഠിച്ച ഒരു വചനഭാഗം അവിടെ വന്നു പോയതാണ്. സ്വതന്ത്രം ഹെബ്രായ ലേഖനത്തിൽ അത് അവിടെ എഴുതിയിരിക്കുന്ന ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? തൃപ്തിപ്പെടുകയും. ദ്രവ്യാഗ്രഹം പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിക്കുക, അത്യാഗ്രഹം പാടില്ല എന്ന് എഴുതിയിട്ട് അവിടെ എന്ത് എഴുതിക്കുന്നു? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുകയും. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, പരിശുദ്ധാത്മാവ് നമ്മളോട് ആരാ നമുക്ക് തരുന്ന? കർത്താവാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ അതിന്റെ 10ാമത്തെ വാക്ക്, ഒരു വ്യക്തി, മെയിനായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ പലര് ആണ് പല സമയത്തായിട്ട് വന്ന് ഇവരെ ശരിക്കുള്ള സുവിശേഷത്തിൽ നിന്ന്, നമുക്ക് ക്രൂശിന്റെ പാതയാണ്, യേശുവിനെയാണ് പിൻപറ്റേണ്ടത് എന്നുള്ള, നമുക്ക് കഷ്ടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ദൈവം നടത്തുന്ന എല്ലാ വഴിയിൽ കൊണ്ട് സ്തോത്രം, അതിൽ നിന്ന് ശരിക്കുള്ള ട്രൂ ഗോസ്പലിൽ നിന്ന് മാറ്റി മറ്റൊരു സുവിശേഷം, അവിടും പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നൊക്കെ എടുത്ത് ശുശ്രൂഷിക്കുന്നുണ്ട്. അവിടും വാഗ്ദത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല വാക്യങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടും, കിട്ടും, പ്രാപിച്ചോ, പിടിച്ചോ, മോഹിച്ചോ, നിങ്ങളെ മോഹിപ്പിക്കുക, നിങ്ങളെ എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പം മര്യാദയ്ക്ക് സന്തോഷമായിട്ടുള്ളത് കൊണ്ട് സ്തോത്രമൊക്കെ പറഞ്ഞ് ജീവിക്കുക. നിങ്ങൾ ഇങ്ങനൊന്നും അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, നിങ്ങളെ മോഹിപ്പിക്കുക. അത് ഈ വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്നത്തെ ദൈവദാസന്മാർ എന്തുവാ ചെയ്യിപ്പിക്കുന്ന? മോഹിപ്പിക്കുക. ഡിസയർ, ഈ ഡിസയർ ചെയ്തു, മോഹിച്ചോ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അവസാനം പിന്നെ എന്തായി തീർന്നു? മരണം, ആത്മീയ മരണമായി തീർന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള എനിക്കറിയാം, ഇതൊന്നും ഒരു മനുഷ്യന് ഗുണം ചെയ്യുവാൻ, ഇതൊന്നും പരിശുദ്ധാത്മാവിലല്ല, ഇതൊക്കെ ഓരോരുത്തരെ ആത്മീയമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി എതിർ ക്രിസ്തുവിന്റെ ആത്മാവിൽ അല്ലെങ്കിൽ ഒരു ദുരാത്മാവിലാന്ന് മറന്നു പോകല്ലേ എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നു. നമ്മളിവിടെ 10ാമത്തെ വാക്യത്തിൽ ഇതുപോലൊരു വ്യക്തിയാണ് ആ ഗലാത്യ സഭ ആത്മീയ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ എന്ത് ചെയ്തു? കഷ്ടത്തിലാക്കി. ആകെപ്പാട് ആ സഭയെ മുഴുവനും വേറൊരു സുവിശേഷത്തിലേക്കാക്കി. നിങ്ങൾ ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കുന്നത് കംപ്ലീറ്റ്ലി മാറ്റിക്കളഞ്ഞു. ആരാ നിങ്ങളെ ശുദ്രം ചെയ്ത് മാറ്റിയ? നിങ്ങൾക്ക് ബോധമില്ലയോ? നിങ്ങളെ വിളിച്ച വിളി എന്തുവാ? ആ ബുദ്ധി ഇല്ലാത്ത ഗലാത്യരെ എന്നൊക്കെ ചോദിക്കുവാൻ കാരണം ആരാ വ്യക്തിയാണെങ്കിലും. 10ാമത്തെ വാക്യം വായിച്ചാൽ, നിങ്ങളെ കലക്കുന്നവൻ ആരാണേലും എന്തുണ്ട് ആ വ്യക്തിക്ക്? ജഡ്ജ്മെന്റ് വിൽ കം അപ്പോൺ ഹിം. ഇതിനൊക്കെ നമ്മൾ ഓർത്തോണം. കലക്കം ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. ഒരാളെ ദൈവം പറയാത്തത് പറയാൻ പോകല്ല. അവസാനം ആ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നു എന്നാ വിചാരം. വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മനുഷ്യനും കഷ്ടത്തിലാവും. അല്ല, ദൈവം വെറുതെ ഇരിക്കുമോ? ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് ഒരാളെ മാറ്റിക്കളയുന്നത് നമ്മൾ അല്ലെങ്കിൽ ഒരാളെ ലോകത്തിൽ വലിയവനാക്കും എന്ന് മോഹിപ്പിക്കുമ്പോൾ ഒരു ദൈവദാസൻ അല്ലെങ്കിൽ പ്രാസംഗ്യം ചെയ്യുന്നത് എന്തുവാ? ദൈവം അവന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുന്നതിന്റെ ഇടയ്ക്ക് അവനെ ഡിസ്ട്രാക്ട് ചെയ്തു. അവനെ ഓട്ടത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഡിസ്ട്രാക്ട് ചെയ്ത് അവനെ ഓട്ടത്തിൽ നിന്ന് മാറ്റി, കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റി. അങ്ങനെ വലിയ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും എന്നാണ് ദൈവത്തിന്റെ വചനം വളരെ ഓർപ്പിക്കുന്നത്. എന്നിട്ട് 11ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കുറിച്ച് അവിടെ നടന്ന പല കാര്യങ്ങളും എടുത്താണ് പൗലോസ് പറയുന്നത്. എന്തുദ്ദേശ പറയുന്നതെന്ന് അറിയാം.
പൗലോസ് ചില നാളുകൾക്ക് മുമ്പ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാം. ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 3. പൗലോസ് തിമോത്തിയോസിനെയും കൊണ്ട് ലുസ്ത്ര, ദർബെ ആ സ്ഥലത്ത് വന്നു. ആ സ്ഥലത്ത് വന്നപ്പോൾ അവിടെ നേരത്തെയുള്ള യഹൂദ ക്രിസ്ത്യാനികളുണ്ട്. അവിടെ യെരുശലേമിൽ പഴയ അവർ ക്ഷീണിച്ച് എല്ലായിടത്തും ഉണ്ട്. യെരുശലേമിൽ പോലെ തന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അവരാണ് എല്ലായിടത്തും പ്രോബ്ലം. റോമിലെ സഭയിൽ അവരാ പ്രോബ്ലം, ഗലാത്യയിലെ സഭയിൽ അവരാ പ്രോബ്ലം. ഈ ന്യായപ്രമാണം കൊണ്ടുവരുന്നത് ആരാണ്? ആത്മീയമായിട്ട് ക്ഷീണിക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പ്രമാണവും കൊണ്ടിരുന്നത് ആരാണ്? ഞങ്ങൾ പണ്ടത്തെ പ്രമാണമൊക്കെ കൊണ്ടിരുന്നത് ഈ ആത്മീയ ക്ഷീണമുള്ള യഹൂദന്മാരെ തന്നെയാണ്. അപ്പൊ ലുസ്രയിലും ദർബയിലും ഉള്ള ഈ യഹൂദന്മാര് അവരെന്ത് ചെയ്തു? ഈ പഴയ പ്രമാണവും ഒക്കെ എടുത്തോണ്ട് വന്നു. അവരവിടെ ആൾക്കാരെയൊക്കെ പരിച്ഛേദന ചെയ്തപ്പം പൗലോസ് ബുദ്ധിയിലൊന്ന് ചിന്തിച്ചു. ആത്മാവിലല്ല, ദേവദാസന്മാർക്കും ഇതുപോലെ മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ തെറ്റുകൾ സംഭവിക്കാം. പിശാച് അവരെ പ്രേരിപ്പിച്ച് അല്ലെങ്കിൽ കുറച്ച് നിങ്ങളൊന്ന് അക്സെപ്റ്റഡ് ആയി തീരുവാൻ. എന്തിനാണ്? ആ ദേശത്തിൽ ഇസ്രായേലും ദർബയിലും ഒക്കെ വചനം പറയുമ്പോൾ സ്വീകാര്യമായി തീരുവാൻ, അക്സെപ്റ്റഡ് ആയി തീരുവാൻ പൗലോസിന് ഒരു ഐഡിയ കൊടുത്തു. കൂടുള്ള തിമോത്തിയോസ് അമ്മ യഹൂദ സ്ത്രീ ആണെങ്കിലും അപ്പൻ ഗ്രീക്കാ, യവനനാ. അതുകൊണ്ട് അവിടെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ രണ്ടാമത് സ്നാനപ്പെടുത്തുന്നവരൊക്കെ പല പരിപാടികളുണ്ട്. സത്യം പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തിയെ രണ്ടാമത് സ്നാനപ്പെടുത്തേണ്ട ഒരു ആവശ്യവും. അതിന് ഏത് കൂട്ടത്തിലാണെങ്കിലും, ബ്രദറിലാണെങ്കിലും സ്നാനപ്പെട്ടതാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി യേശുനാമ സ്നാനമോ യഹോവസാക്ഷിയുടെ സ്നാനമോ വല്ലോ ആ തൃത്വത്തിലല്ല സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ ഒന്നുകൂടെ സ്നാനപ്പെടുത്തേണ്ട ആവശ്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടതാണെങ്കിൽ ഇനി ആ സമയത്ത് വേണ്ട പോലെ രക്ഷയെപ്പറ്റി അറിഞ്ഞില്ലെങ്കിലും രക്ഷിക്കപ്പെട്ടാൽ മതി. ശരിക്കും സ്തോത്രം. രക്ഷയാണ് പ്രാധാന്യം. സ്നാനത്തെക്കാൾ പ്രാധാന്യത എന്തുവാണ്? ചില ആൾക്കാർ വളരെ പ്രാധാന്യത കൊടുക്കും, പിന്നെയും സ്നാനപ്പെടാൻ. ഓരോ സഭയിൽ പോകുമ്പോൾ അവിടെ ഒക്കെ സ്നാനപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അതിന് ഒരാവശ്യവുമില്ല ദൈവത്തിന്റെ വചനപ്രകാരം. അതുപോലെ ഇവിടെ അവർ പറയുന്നത്, നിങ്ങൾ പരിച്ഛേദനയേറ്റ് ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആത്മാഭിഷേകം പ്രാപിച്ച വിശ്വാസികളെ അവർ യഹൂദന്മാരിൽ നിന്ന് വന്നതല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരെ ഒന്നുകൂടി പരിച്ഛേദന ഏൽപ്പിക്കുക. അതിന് ഒരാവശ്യവും ഇല്ല. അത് പഴയ നിയമത്തിലെ പ്രമാണമാണ്. ആത്മീയ ക്ഷീണിച്ചപ്പോൾ ശബത്ത് ആചരിക്കുക, പരിച്ഛേദന. നമ്മളിവിടെ കണ്ടല്ലോ, തീത്തോസിന്റെ കാര്യത്തിൽ കണ്ടപ്പോൾ പണ്ടൊരു പറ്റി. ഞാൻ പറഞ്ഞ ലുസ്ര ദേശത്ത് വന്നപ്പോൾ അവിടുത്തെ യഹൂദ ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുവാൻ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തിമോത്തിയോസിനെ കൊണ്ടുവന്ന് അവിടുത്തെ ആൾക്കാരെ സന്തോഷിപ്പിക്കുവാൻ ഒന്ന് പരിചയത്തിന് ഏൽപ്പിച്ചു. വേറൊരു സ്ഥലത്ത് ഇതുപോലെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്തു? തലമുണ്ടനം ചെയ്യുന്ന ഒരു യഹൂദ കർമ്മത്തിന് സ്പോൺസർ ചെയ്തു. അതിനൊക്കെ വളരെ ശക്തമായി തിരിച്ചടി കിട്ടി. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിച്ചു. ഇവിടെ തിമോത്തിയോസിനെ പരിച്ഛേദന ഏറ്റ സമയത്തും ദൈവം പൗലോസിനോട് ശക്തമായിട്ട് ഇടപെട്ടു. ഞാൻ നിന്നെ വിളിച്ച് ഞാൻ നിനക്ക് ആലോചന തന്ന് നിന്നെ നടത്തുവാണ്, പുതിയ നിയമ പ്രമാണത്തിൽ നടത്തുവാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ പൊക്കോണം. അല്ല, മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതിലെല്ലാം അതിനുള്ള പ്രോബ്ലംസ് പൗലോസിന് മനസ്സിലായി. ദൈവം ഇടപെട്ടപ്പോൾ പൗലോസ് തീരുമാനമെടുത്തു, ഇനി എന്ത് ചെയ്യത്തില്ല, മനുഷ്യനെ സന്തോഷം. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം തീത്തോസിന്റെ കാര്യത്തിൽ അവരെ എത്ര പറഞ്ഞിട്ടും പൗലോസ്. അപ്പം ചില ആൾക്കാര് പൗലോസ് ഓൾറെഡി ഇവിടെ ഈ ശക്തമായി നിങ്ങൾ ഓർത്തോണം, ഈ പറയുന്ന 13 ഹെബ്രായ ലേഖനം കൂടി ഉൾപ്പെടെ 14 ലേഖനം മാത്രമല്ല പൗലോസ് എഴുതിയിരിക്കുന്നത്. മക്കദോനിയ സഭകൾക്ക് വേറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, അഖായി സഭകൾക്ക് വേറെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, 100 കണക്കിന് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പൗലോസ് പറയുന്നില്ലേ, അന്നത്തെ ലേഖനമല്ലേ എഴുതാൻ പറ്റില്ല, ഇന്നത്തെ കൂട്ട് ഓഡിയോ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ലല്ലോ, ഇമെയിൽ അയക്കാൻ പറ്റത്തില്ലല്ലോ. ഈ ടെക്നോളജി ഒന്നും അന്ന് ഇല്ലാത്തതുകൊണ്ട് അന്ന് എന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളുടെ കയ്യിൽ ചുരുളിൽ എഴുതി പേപ്പർ പോലും ഇല്ല, ഒരാളുടെ കൈ കൊടുത്തു വിടുക മെസ്സഞ്ചറിന്റെ കയ്യിൽ. രാജാക്കന്മാരാണെ പോലും എങ്ങനെയാ ചെയ്യുന്നത്? ഒരു രാജാവ് അടുത്ത രാജ്യത്തിലെ രാജാവിന് മെസ്സഞ്ചറിന്റെ കയ്യിൽ കൊടുത്തു വിടുക. അന്നത്തെ കാലഘട്ടത്തിലെ ഏക കമ്മ്യൂണിക്കേഷൻ മാർഗമാണ്. പൗലോസ് ചെന്ന് പറയാൻ എല്ലായിടത്തും പൗലോസിന് പറ്റുമോ? ചെന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. യെരുശലേം തൊട്ട് ഇലൂരിയ ദേശം വരെ 3 ഭൂഖണ്ഡത്തിലാണ്, രാജ്യങ്ങൾ തോറും ഭവനം തോറും ഗ്രാമം തോറും ചെന്ന് ശുശ്രൂഷിക്കുന്നതിൻ്റെ ഒപ്പം താൻ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ബ്രേക്കിൽ താൻ പറയുന്ന പോലെ എൻ്റെ പേരയാണ് പവർഫുൾ, എൻ്റെ എഴുത്താണ് പവർഫുൾ, നല്ല ശക്തമാണ്. ഒത്തിരി പ്രാവശ്യം ഗലാത്യ സഭയോടും ആൾക്കാരെ വിട്ടു പറയിപ്പിക്കുകയും എഴുതുകയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഉടനെ ഈ മറ്റ് രീതിയിൽ അവരെ ആക്കിയ ഇവിടെ എഴുതിയിട്ടില്ലേ, ആരാണേലും നിങ്ങളെ തെറ്റിച്ച് കളഞ്ഞവൻ അവൻ ശിക്ഷാവധി അനുഭവിക്കും നിശ്ചയം. അപ്പൊ അവരെ തെറ്റിച്ച് പ്രസംഗിച്ച ആ ദൈവദാസൻ, ആ പ്രാസംഗൻ, ആ പ്രീച്ചർ, അവരെന്തി പറഞ്ഞെന്നറിയാം? അവർ പറഞ്ഞു, ഈ പൗലോസ് തന്നെ നേരത്തെ ഇതുപോലൊരു പണി കാണിച്ചതാണ്. എന്ത് ചെയ്തു? ഇതുപോലെ തിമോത്തിയോസിനെ പരിച്ഛേദന ഏൽപ്പിച്ചതാണ് ഈ പൗലോസ്. എന്നിട്ട് ഇപ്പം പറയുക പരിച്ഛേദന ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പൗലോസ് പറയുന്ന എല്ലാം ഫോൾസാണ്. പൗലോസ് ഒന്ന് ചെയ്യും, വേറെ പ്രസംഗിക്കും എന്ന് പറഞ്ഞ് പിശാച് കൊടുത്തിരിക്കുന്ന ഞാനെന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് ആ പ്രാസംഗികരങ്ങാകെപ്പാട് എന്ത് ചെയ്തു? ഇതിന്റെ വിപരീതമായിട്ട് മറ്റു സുവിശേഷത്തിലേക്ക് ഇവരെ മാറ്റിക്കളയുന്ന ആരാണേലും ആ ദേവദാസന്മാരും
പൗലോസിനെതിരെ കുറ്റം പറഞ്ഞ്, അപ്പൊ പൗലോസ് വ്യക്തമാക്കുക, തന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കുക. ശരിയാ, തന്റെ ജീവിതത്തിൽ ഒരു പറ്റി. ദേവദാസന്മാരെല്ലാം പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ പറ്റുന്ന ചെറിയ പറ്റുകൾ, ഇതുപോലെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ എടുക്കുന്ന ചെറിയ തീർ, അത് പിന്നീടും ഒക്കെ ആൾക്കാരത് എടുത്ത് ഇങ്ങനെ പറയും, കണ്ടില്ലേ ഇത് ഈ ദേവദാസൻ കാണിച്ചു. പിന്നെ പുള്ളി പ്രസംഗിക്കുന്നതെല്ലാം എന്തുവാണ്? പോഷ്കാണ്. അപ്പൊ അങ്ങനെ പൗലോസ് ജീവിതത്തിൽ പറ്റിയൊരു തെറ്റ് പൗലോസ് അന്നേ തീർത്തി. പൗലോസ് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ഇവിടെ 14-ാമത്തെ വാക്യം താൻ വ്യക്തമാക്കുക, ഇപ്പോഴും ഞാൻ പരിച്ഛേദന പ്രസംഗിക്കുന്നില്ല. അന്നൊരു പറ്റി സത്യമാണ്. ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്ന ക്രൂശിന്റെ വചനമാണ്. ഈ ക്രൂശിന്റെ വചനമാണ് നിങ്ങൾക്ക് ഇടർച്ച. ഞാൻ പരിച്ഛേദന പ്രസംഗിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിടർച്ചയില്ല. ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്ന ക്രൂശിന്റെ വചനമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പരിച്ഛേദന അല്ല പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം വ്യക്തമാക്കും. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വീണ്ടും ക്രൂശിക്കുന്നത്? നിങ്ങൾ എന്തിനാ പിന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാനിപ്പം മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ ആരെ പരിച്ഛേദന ഏൽപ്പിക്കുന്നില്ല. എൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, സത്യം. പക്ഷേ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെ, എല്ലാ ശുശ്രൂഷകരും ആദ്യമേ ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഭയങ്കര ഡെഡിക്കേഷനിലല്ല. നമ്മളെല്ലാം വിശ്വാസികളൊക്കെ അങ്ങനെയല്ലേ? നമ്മൾ ശുശ്രൂഷയിലും ക്രിസ്തീയ ജീവിതത്തിൽ ഈ മരുഭൂമി യാത്രയിൽ മുൻപോട്ട് പോകുമ്പോഴാണ് പല കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തെറ്റ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങൾ വീണ്ടും വേർപാട് പാലിച്ച് പല കാര്യങ്ങൾ ഉപേക്ഷിച്ച് നമ്മൾ ഒരു കാലത്ത് വിശ്വാസികളായ പിന്നെ ചിലപ്പോൾ ഈ കേക്കും ക്രിസ്മസ് കേക്കും ഓണപ്പായസവും ഒക്കെ കുടിച്ച് അവരെ സന്തോഷിപ്പിച്ചു, അത്തപ്പൂ ഇടാനും ഒക്കെ പോയി ഇങ്ങനെയൊക്കെ സ്ഥാപനത്തൊക്കെ ജോലി ചെയ്യുമ്പോഴേ അവിടെയാണ് ഈ ടെംപ്റ്റേഷൻ കൂടുന്നത്. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ സ്റ്റാഫോട് കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യണം? മാറി നിൽക്കണം. പിശാച് നമ്മുടെ മേലെ അവകാശം. അപ്പൊ പൗലോസ് ജീവിതത്തിൽ പറ്റിയൊരു തെറ്റ്, അന്ന് ഞാൻ പരിച്ഛേദനയ്ക്ക് ഫേവറായിട്ട് നിന്നു, അല്ലെ തിമോത്തിയോസിനെ പരിച്ഛേദന ഏൽക്കാൻ ഞാൻ സമ്മതിച്ചു. ഇന്ന് ഞാൻ പരിച്ഛേദന അല്ല പ്രസംഗിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തിനെന്നെ കുറ്റപ്പെടുത്തും? ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ക്രൂശിന്റെ വചനം. ഈ ന്യായപ്രമാണം പ്രസംഗിച്ചാൽ ഒരു കുഴപ്പമില്ല, അക്സെപ്റ്റഡാണ്. ഞാൻ പറഞ്ഞില്ല, ലുസ്രയിലും ദർബയിലും വന്ന് ന്യായപ്രമാണം അനുസരിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാ പഴയ ക്രിസ്ത്യാനികളും പുതിയ വിശ്വാസികളും എല്ലാം അക്സെപ്റ്റ് ചെയ്യും. ഈ പുതിയ നിയമത്തിൽ നിന്ന്, ലേഖനത്തിൽ നിന്നും, അപ്പോൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നൊക്കെ ക്രിസ്ത്യാനിയുടെ പ്രമാണം, സ്വർഗത്തിൽ പോകുവാൻ ക്രിസ്തുവിൽ കൂടി രക്ഷ പ്രാപിക്കണേ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരേണ്ട പ്രമാണം അല്ലേ? ഈ പുതിയ നിയമ പ്രമാണം ശുശ്രൂഷിക്കുമ്പോൾ ഇളക്കം വരും. അവിടെ ഒന്ന് ഇടുപോകുന്ന കാര്യം. പഴയ നിയമത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തുവാ? ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത നമ്മുടെ വഴികളെ മാറ്റണ്ട. നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചില കർമ്മങ്ങൾ ചെയ്ത് അങ്ങ് ശുദ്ധീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകാം. പാപം ചെയ്യുക, വീണ്ടും യാഗം കഴിക്കുക. പാപം ചെയ്യുക, അവിടെ ഹൃദയത്തിന് ശുദ്ധീകരണം വരുന്നില്ല. ഹൃദയത്തിൽ നിന്ന് പാപം മാറ്റുന്നില്ല. ശരീരം കൊണ്ടുള്ളത് മാത്രമേ അവിടെ കൗണ്ടഡ് ആവുന്നുള്ളൂ. ഹൃദയത്തിൽ നിന്ന് അവിടെ നമ്മൾ കാണുന്നില്ല. പക്ഷെ പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? നമ്മുടെ ആ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആലയം. ഇതാണ് മൺപാത്രം. ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കേണ്ട പാത്രം. അതുകൊണ്ട് ഈ ഹൃദയമാണ് നമുക്ക് ശുദ്ധീകരണത്തോടുകൂടി അവിടെ നമ്മുടെ മനസ്സും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ ഡെഡിക്കേഷനും എല്ലാം അളക്കുന്ന ഒരു പുതിയ നിയമ പ്രമാണമാണ്. യേശുവിന്റെ അടുത്ത് വന്ന് നിക്കോദിമോസിന് ന്യായപ്രമാണം വളരെ സന്തോഷമായിരുന്നു. പക്ഷെ വീണ്ടും ജന്മം പ്രാപിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ എന്ത് ചെയ്തു? രാത്രിയിൽ വന്ന് കർത്താവിനോട് അത് വന്ന് പോയി. നിക്കോദിമോസിന് വിഷമം ഉണ്ടായത് എന്തുവാണ്? ക്രൂശിന്റെ വചനമാണ്. ഒരു വലിയ ഒരു സുവിശേഷത്തിലേക്കുന്ന സർട്ടൻ റൂളർ എന്നായിരുന്നു, വേറൊരുത്ത റിച്ച് മാൻ ആയിരുന്നു, ഒരു ധനികൻ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ദേശത്തെ ഒരു പ്രഭു. താനൊരു യഹൂദ മത അനുസാരിയും നല്ലപോലെ എല്ലാ റബ്ബായി എന്ന് വിളിച്ചിട്ട് യേശുവിനോട് വന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ എല്ലാ ന്യായ പ്രമാണം പുള്ളി തെറ്റാതെ ഞാൻ എന്ത് ചെയ്ത് അനുസരിക്കുന്നവനാണ്. കർത്താവ് പുള്ളി ഒന്ന് നോക്കി, സത്യമാണ് പുള്ളി പറഞ്ഞു. അവിടെ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു എന്ത് പറഞ്ഞേ? ആ മറ്റേ കല്ലെറിയാൻ വന്ന പാപിനിസ്ത്രീയെ കല്ലെറിയാൻ വന്നവരെ പോലെ ഒരു കല്ല് വെച്ചിട്ട് പോകാൻ അവർക്ക് ചെയ്യേണ്ട വന്നേനെ. പക്ഷെ കർത്താവ് ആ പുള്ളിയെ നോക്കിയിട്ട് നിനക്ക് കുറവുണ്ടെന്ന്, ഇന്ന കുറവുണ്ടെന്നാൽ കർത്താവ് നോക്കിയിട്ട്, അല്ലെ ക്രിസ്തുവിനെ പിൻപറ്റണമെങ്കിൽ നീനക്കുള്ളത് എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അപ്പൊ ആ വ്യക്തിയിൽ എവിടാണ് രൂപാന്തരം വരേണ്ടത്? കർത്താവ് സംസാരിച്ചു. എനിക്ക് ഒത്തിരി ദാനമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഹൃദയവേദനയോടുകൂടി നിത്യത നഷ്ടപ്പെടുത്തും, അങ്ങനെ പറയേണ്ടതായിട്ട് വരും. പിന്നെ തൊട്ട് യഹൂദ പ്രമാണം അനുസരിച്ച്, ന്യായപ്രമാണം പഴയ നിയമം അനുസരിച്ച് ആരും സ്വർഗത്തിൽ പോകുന്നില്ല യേശുവിന്റെ കാലഘട്ടം തൊട്ട്. അപ്പം നിത്യത നഷ്ടപ്പെട്ട് താൻ യേശുവിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം? പിന്നെ യേശുവിനെ പിൻപറ്റിയില്ല പോകേണ്ടത്. അതുകൊണ്ട് ഈ ക്രൂശിന്റെ വചനമാണ് അക്സെപ്റ്റഡ് അല്ലാതെ വരുന്നത്. ഇനി വിശ്വാസികൾക്ക് പോലും ക്രൂശിന്റെ വചനം അത്ര അക്സെപ്റ്റഡ് അല്ല. ന്യായപ്രമാണമാണെങ്കിലോ കേൾക്കാൻ നല്ല രസമാണ്,
നല്ല ചില പ്രാസംഗികരൊക്കെ കൺവെൻഷൻ പ്രാസംഗികരൊക്കെ അങ്ങോട്ട് എടുത്ത് പഴയ നിങ്ങൾ പൊട്ടിച്ച് വാക്കുകൾ പ്രാസങ്ങൾ അതിനൊക്കെ ചില മിടുക്കരുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ കേട്ടിരിക്കും. നല്ല പ്രസൻറ്റേഷനാണ്. ഒരു മണിക്കൂർ നല്ലൊരു എഫക്റ്റാണ്. എന്തൊരു പ്രസൻറ്റേഷൻ. കഥകളൊക്കെ അങ്ങോട്ട് അത് കുറച്ച് ഭാവനയിലൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല നമ്മൾ ആ ഒരു സീനിൻ്റെ അകത്തായിപ്പോകും. യെസ്, നല്ല പോലെ അത് ഡ്രാമ പ്രസൻറ്റ് ചെയ്യണമല്ലേ, നല്ല പോലെ അത് പ്രസൻറ്റ് ചെയ്യുന്ന നല്ല പ്രാസം കേട്ടിരിക്കാൻ വലിയ രസം. പാപത്തിലോട് ഞാൻ എൻ്റെ പാപത്തോടുകൂടി ഞാൻ പോവും, അത് കേട്ടിരുന്നു രസിച്ചിട്ട് വരും. നല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും നടക്കുന്നില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവിലുള്ളതാണോ ദൈവത്തെ? ആ വചനം കൊണ്ട് എന്തു? അതുകൊണ്ട് പഴയ നിയമം ന്യായപ്രമാണം അക്സെപ്റ്റഡാ. ലുസ്രയിലും ദർബയിലും കൊരിന്തിയയിലും ഗലാത്യയിലും എല്ലാം അക്സെപ്റ്റഡാ. പൗലോസ് പറഞ്ഞു, ഞാനിപ്പോൾ ആ പ്രമാണം അല്ല പറയുന്നത്, ഞാൻ എന്താ പറയുന്നത്? ക്രൂശിന്റെ വചനമാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഇനി പൗലോസ് ഒരു ടഫ് ലാംഗ്വേജ് കൂടി ഉപയോഗിക്കുന്നുണ്ട്. 12-ാമത്തെ വാക്യം. നിങ്ങളെ കലഹിക്കുന്നവർ, കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചല്ലോ, നിങ്ങളുടെ ഇടയ്ക്ക് കലക്കമിടുന്നവർ. കുറച്ചു പേര് ചിലപ്പം ക്രൂശിന്റെ വചനത്തിന് വേണ്ടി നിൽക്കും. ഭൂരിഭാഗം ആൾക്കാരും ഞങ്ങൾക്ക് ലോകത്തിൽ മാനിക്കപ്പെടണം, ദേശത്ത് മാനിക്കപ്പെടണം, പീപ്പിൾ വോണ്ട് അക്സെപ്റ്റഡ്, ഐ വോണ്ട് ബി അക്സെപ്റ്റഡ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ എന്തായി തീരണം, എല്ലാവരും എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂരിഭാഗവും ഗലാത്യ സഭയിലായിപ്പോയി. എല്ലാവരും തുടങ്ങിയത് അങ്ങനല്ല. എല്ലാവരും തുടങ്ങിയത് എങ്ങനെ? രക്ഷിക്കപ്പെട്ടപ്പോൾ കണ്ണുനീരോടുകൂടി കർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം, എന്ത് വിലയും കൊടുത്ത്, എന്ത് നിന്നയും ഞാൻ, രോഗം വന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ചോളാം, എന്ത് പ്രശ്നം വന്നാലും ഞാൻ കർത്താവിൽ ആശ്രയിച്ചോളാം, എനിക്ക് ദൈവം ജീവൻ തരുന്നിടത്തോളം ഞാൻ എല്ലാവരോടും യേശുവിനെ പറ്റി പറയും, ഒരു ലജ്ജയും കൂടാതെ. ഏത് കുടുംബ ഫംഗ്ഷൻ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഐ വിൽ ബി എ വിറ്റ്നസ്, ഞാനൊരു സാക്ഷിയായി തീരുമെന്ന് പറഞ്ഞാണ് നമ്മളൊക്കെ കണ്ണുനീരോടുകൂടി രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ പാപക്കുഴിയിൽ നമ്മുടെ പാപ ക്ഷമിച്ച് ദൈവം നമ്മളെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രത്തോളം കൃപയോടുകൂടി എന്തൊക്കെ രീതിയിൽ ദൈവം ഉപകാരങ്ങൾ ചെയ്ത് നമ്മളെ മാനിച്ച് ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തുമ്പോൾ ഗലാത്യ സഭയ്ക്ക് പറ്റിയത് എന്തുവാണ്? ഇവിടെ കലക്കമായിപ്പോൾ കുറച്ചു പേര് ക്രൂശിന്റെ വചനവും ഒരു നല്ല മെജോറിറ്റി മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയി. അപ്പൊ നിങ്ങളുടെ അവിടെ കർത്താവിന് വ്യാപരിക്കാൻ പറ്റും. ഇനി ഈ സഭയിലാണെ പോയി നമ്മൾ കുറച്ചു പേര് ലോകത്തിന് ഫോക്കസ് കൊടുക്കുക, കുറച്ചു പേര് ഈ വചനം കേൾക്കുമെങ്കിലെങ്കിൽ, ഞാൻ എപ്പോഴും ഒന്നും പറയത്തില്ല, നമ്മുടെ ജഡം അങ്ങനെ, ഞാൻ പറഞ്ഞില്ല ടൈപ്പ്റൈറ്ററിനെ പോലെ ഇങ്ങനെ മാറിപ്പോ. ഇടയ്ക്കിടയ്ക്ക് ടൈപ്പ്റൈറ്ററൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അറിയാം, വലിച്ചിങ്ങ് കൊണ്ടേ ബിഗിനിങ് എൻഡ് ഓഫ് ദ ലൈൻ ബിഗിനിങ് ഓഫ് ദ ലൈൻ എന്നാ പറയുന്നത്. അവിടെ നിന്ന് വലിച്ചിങ്ങ് ടക്ക് എടുക്കും, പിന്നെയും കട മാറി, പിന്നെയും വലിച്ചുകൊണ്ട് ഈ പ്രോസസ്സ് ഡെയിലി നടക്കുക. എന്തെങ്കിലുമൊക്കെ ലോകത്തിൽ, അയ്യോ എനിക്ക് അതുപോലെ തുറന്നും വേണം, എനിക്ക് അതുപോലെ ആയിത്തീരണം, എനിക്ക് അതുപോലെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിന്റെ ലക്ഷറി, സുഖം, പ്രതാപം, ഇത് എന്നെയും ഇൻഫ്ലുവൻസ് ചെയ്യും, നിങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യും. ഉടനെ ഞാൻ ഓർക്കണം എൻ്റെ വിളിച്ച വിളി, ഇതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠമാണ്. ഞാൻ ഒട്ടും യോഗ്യനല്ലായിരുന്നു, ദൈവം എന്നെ യോഗ്യനാക്കി. ഇനി എന്നെ പണിതുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ മണവാട്ടിയായിട്ടും യേശുവിന്റെ കൂടെ പുരോഹിതന്മാരായിട്ടും ഹല്ലേലൂയ രാജാക്കന്മാരായിട്ടും വാഴുവാനായിട്ട്, റൂൾ വിത്ത് ഹിം. സോ ഞാൻ അതിനൊന്നും യോഗ്യനല്ല, ഞാനൊരു വെറും സാധാരണക്കാരനാണ്. എന്നെ ദൈവം തെരഞ്ഞെടുത്ത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനും ലോകത്തിലെ ശക്തരെ ലജ്ജിപ്പിക്കാനും അവരെക്കാളൊക്കെ ശക്തിയോടുകൂടി എന്നെ ദൈവം ഇങ്ങനെ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം എൻ്റെ മേലുള്ള വിളിയാണ്. അപ്പൊ ഇത്രയും വില കൊടുത്ത ദൈവം എന്നെ വാങ്ങിച്ചെങ്കിൽ നഗ്നനായി തുപ്പി ഒരു നോട്ടം നോക്കുന്നു, പിന്നെ മറയ്ക്കും, അങ്ങനെ യേശുവിനെ പിന്നെ നോക്കത്തും. ആ പരുവത്തിൽ അവിടെ പബ്ലിക് ഷെയിമായിട്ട് എൻ്റെ യേശുവിനെ അവിടെ ആക്കിയത് എന്തിനാണ്? എന്നെ വാങ്ങിക്കാൻ. വില കൊടുത്ത് എന്നെ എന്ത് ചെയ്തു? വീണ്ടെടുപ്പ് വില കൊടുത്ത് എന്നെ വാങ്ങിച്ചു. ഇതൊരു ഫോഴ്സാണ്. എപ്പോഴും എൻ്റെ ജഡം പെട്ടെന്ന്, ശരീരം പെട്ടെന്ന് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവും. ആത്മാവിന്റെ ബലത്തോടുകൂടി ഞാൻ പെട്ടെന്ന് എന്നെ തിരിച്ചെന്ത് ചെയ്യും? എന്നെ വിളിച്ച വിളി അനുസരിച്ച് ആ ട്രാക്കിലേക്ക് തിരിച്ചുകൊണ്ട്. ഈ സ്റ്റിയറിംഗ് എന്തിനാണ്? ഇങ്ങനെ മാറിപ്പോകുന്നത് മാറിപ്പോകും. ഈ സ്റ്റിയറിംഗ് എന്തിനാ ഉള്ളത്? നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ. അത് ഇടത്തോട്ട് പോകുമ്പോൾ നേരെ കൊണ്ടുവരും, വലത്തോട്ട് പോകുമ്പോൾ നേരെ കൊണ്ടുവരും. ഇതിങ്ങനെ പ്ലേ ഉള്ള വണ്ടികൾക്കാണ് സ്റ്റിയറിംഗ് കൂടുതൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇച്ചിരി പ്ലേ ഉണ്ട്, എല്ലാവർക്കും ഇച്ചിരി പ്ലേ ഉണ്ട്. അല്ല, ഇതിങ്ങനെ മാറിപ്പോവും. ഈ ആരാധനയിൽ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരെ മാറിപ്പോവും. അറിയാം? ഇതിൻ്റെ ഇടയ്ക്കിരുന്ന് ആരൊക്കെ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കെല്ലാം അറിയത്തില്ലെങ്കിലും കർത്താവിനറിയാം. നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോവും. വിളി കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ വരും, പക്ഷെ എൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത് കഴിഞ്ഞ് ചെയ്യേണ്ട പരിപാടികളും പല പദ്ധതികളും, നമ്മുടെ ഹ്യൂമൻ പദ്ധതികൾ പലതും ഇങ്ങനെ കിടന്ന് എക്കോ അടിക്കുമല്ലേ ഹൃദയം. ഇവിടെ പൗലോസ് ടഫ് ലാംഗ്വേജ് ഉപയോഗിച്ച് 12-ാമത്തെ വാക്യത്തിൽ, ആരാ നിങ്ങളെ മാറ്റിക്കളയുന്നത്? നിങ്ങളെ ഈ ഓട്ടത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുന്നത്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, ഞാൻ ഓടുന്ന എങ്ങോട്ടാ? ലാക്കിലേക്ക് നോക്കിയാ.
എനിക്ക് ഫിനിഷിംഗ് ലൈനിൽ എത്തണം. ക്ഷീണിച്ചു പോകുന്നു, അണച്ചു പോകുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശ്വാസം നിന്ന് പോകാതെ, മസിൽ കയറാതെ ഗോളിലെത്തണം. അത് മുമ്പിൽ ഓടുന്ന ആൾക്കാരെയൊക്കെ ബിരുദ് പ്രാപിക്കുവാൻ, പ്രൈസ് കിട്ടുന്ന തക്കവണ്ണം ഓടണം എന്ന് എഴുതിയേക്കണം. റൺ ഇൻ എ വേ ദാറ്റ് യു ഒബ്റ്റെയിൻ യു റിസീവ് ദ പ്രൈസ്. പ്രൈസ് കിട്ടണം, 1ഉം 2ഉം ഒക്കെ കിട്ടണം. അതിനു വേണ്ടി പ്രൈസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. ആ ഓട്ടത്തിന്റെ ഇടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കും. ഇവിടെ നല്ല വാട്ടർമെല്ലൻ ഇരിപ്പുണ്ട്, നല്ല ചൂടായിട്ട്. ഇവിടെ നല്ല ജ്യൂസ് ഇരിപ്പുണ്ട്, നല്ല ഓറഞ്ച് ജ്യൂസ്. അല്ല, ഇവിടെ നല്ല രുചിയുള്ള നല്ല ചില്ലി ചിക്കൻ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇവിടുന്ന് വാതി കുറച്ചു നേരം ഒന്ന് ഇരിക്കുന്നേ. എന്തിന് കുറേ നാളായിട്ടില്ലേ ഓടുക, നിങ്ങൾ ഈ വില കൊടുത്ത് നിന്ന് സഹിക്കുമല്ലേ. കുറച്ചു നേരം ഒന്ന് ഇരുന്നൊന്ന് എ സിയിലൊക്കെ ഇരുന്ന് റിഫ്രഷ്ഡായി പോകുന്നേ. ഞാൻ അവിടെ ഇരിക്കാൻ പോയാൽ എൻ്റെ കൂട്ടുകാരെന്നെ വിളിക്കുക, എൻ്റെ കുടുംബക്കാരെന്നെ വിളിക്കുക. കുറേ നാളായാലും നിന്ന് സഹിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഒന്ന് കൂടുന്നേ. ഞാനൊന്ന് കൂടിക്കഴിഞ്ഞാൽ വലിയ സന്തോഷം. അവരെല്ലാം കൂടെ എന്നെ കൂടെ പൊക്കും. അപ്പം ഞാനും വിചാരിക്കും, അയ്യോ ഇത്രയും നാൾ ഞാൻ ഈ നിന്ന് സഹിച്ചു. ഇവർക്ക് ഇത്രയും സ്നേഹമുള്ളവരാന്ന് എനിക്കറിയത്തില്ല. ആ സ്നേഹം എന്തിനാണെന്നറിയാം? എന്നെ കൃപയിൽ നിന്ന് മാറ്റിക്കളയുക. എന്തൊക്കെ ആകർഷണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ അതിന് എന്തൊക്കെ ലോകത്തിലെ വസ്തുവായിക്കോട്ടെ, വീടായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, നമുക്ക് അവസരങ്ങളായിക്കോട്ടെ, എത്ര ടെംപ്റ്റിങ് ഓഫേഴ്സ് വരും എന്നറിയാം. ഈ കാണുന്ന ഓഫറെല്ലാം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാ, ആമേൻ പറയാൻ. എവിടാ നമ്മുടെ ഉള്ളിൽ ആത്മാവ്? എവിടാ? ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ലേ. അപ്പൊ നമ്മളെ ഒത്തിരി ഓഫേഴ്സ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒഴുക്കുന്ന വഴികളെല്ലാം ദൈവത്തിൽ നിന്നല്ല. നമ്മളെക്കാളൊക്കെ ശക്തരായ സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള യഹൂദന്മാര് പട്ടുപോയതാ. യഹൂദൻ ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഒരു യഹൂദനായിട്ട് ഒരു കുറച്ച് നാളൊന്ന് ഡീൽ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു യഹൂദൻ ആരാ, അവന്റെ കപ്പാസിറ്റി എന്തുവാ, അവന്റെ ജ്ഞാനം എന്തുവാ, അവന്റെ ധൈര്യം എന്തുവാ. ഇവിടെ രാജ്യം മുഴുവനും ഇസ്രായേലിലെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ് നിർത്താൻ പറഞ്ഞു. ഇപ്പോഴും വെടിവെച്ചുകൊണ്ടിരിക്കുക. ഗാസയില് അന്ന് അവരുടെ കുറച്ച് പേരെ വെടിവെച്ചതിന് ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ലോകം പറഞ്ഞ് തോറ്റെന്നല്ലാതെ കിം പറഞ്ഞു ഞാനിപ്പം ചുമന്ന ബട്ടൺ എൻ്റെ കയ്യിലുണ്ട് ഞെക്കും. ഇതൊന്നും അയാൾക്കൊരു വിഷയമല്ല. അയാളുടെ സഹോദരനും ഇതുപോലെ പട്ടാളത്തിലായിരുന്നു, ഇയാളുമായിട്ട്. ഇവരൊക്കെ ടഫ് ആൾക്കാരാ. ഇതുപോലെ ടഫ് ആൾക്കാരായ ഇവരുടെ ഒക്കെ തന്നെ സഹോദരങ്ങളാണ് ഈ മരുഭൂമി യാത്രയിൽ എന്ത് ചെയ്തത്? പട്ടുപോയത്. നമ്മളാണ് ഇന്ത്യൻസ്. എങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ? എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ട് കഴിയുന്ന അത്ര അതിൽ ഇടപെടാതിരിക്കും, ഇല്ലേ? അതിൽ പോയി ഫ്രണ്ടിൽ പോയി നിന്ന് മുഖം കൊടുക്കത്തില്ല. നമ്മൾ സമാധാന പ്രിയരും കുറച്ചുകൂടി മാറി നിൽക്കുന്നവരും നമ്മൾക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ ഒക്കെ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ഗലാത്യരെ പോലൊക്കെ ഏകദേശം ഒരു പേഴ്സണാലിറ്റി ഉള്ളവരാണ് നമ്മൾ. അപ്പോൾ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് പോകാൻ മാക്സിമം ശ്രമിക്കുന്നവരാണ്. യഹൂദൻ പട്ടുപോയ ഒരു പോർക്കളത്തിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. കഴിയുമെങ്കിൽ സമാധാനം ആചരിക്കുവാൻ പറയുന്നുണ്ട്, പക്ഷെ എല്ലാവരും പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവമക്കളെ, പ്രമാണം അനുസരിച്ച് മുൻപോട്ട് പോകത്തേ ഉള്ളൂ. പോയാലേ പറ്റും. ഓരോരുത്തരോട് പറയുവാനുള്ള ധൈര്യം പ്രാപിക്കണം. എൻ്റെ പ്രമാണം ഇത് അനുവദിക്കുന്നില്ല. ഐ എം കോൾഡ് ഡിഫറെന്റ്. ഐ ഹാവ് എ സ്പിരിറ്റ് വിത്തിൻ മീ. എന്നെ ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. എൻ്റെ വിളിക്ക് വ്യത്യാസമുണ്ട് സഹോദരൻ, അല്ലേ? ഒത്തിരി പെന്തിക്കോസുകാർ ചെയ്യുന്നുണ്ട്, ഇങ്ങടെ കൂടെ ഒക്കെ കൂടുന്നുണ്ടായിരിക്കും. എൻ്റെ വിളിക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ മൈ കോളിംഗ് ഈസ് ഡിഫറെന്റ്. എന്നോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നല്ല സംസാര അല്ലെങ്കിൽ ബന്ധമുണ്ട്. എനിക്കത് നശിപ്പിക്കുവാൻ പറ്റത്തില്ല. എനിക്ക് അവസാനം എത്തിയാലേ പറ്റൂ. ഐ എം വാക്കിംഗ് വിത്ത് ദ ലോർഡ്. അപ്പൊ അത് പറയുവാൻ. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, ആരാ നിങ്ങളെ ഈ ഓട്ടം ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്ത്, നിങ്ങളുടെ ഇടയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളെ ഈ സുവിശേഷത്തിൽ നിന്ന്, ക്രൂശിന്റെ പതിൽ നിന്ന് മാറ്റി മറ്റൊരു സുവിശേഷത്തിലേക്ക് ആക്കിയത്? അവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? കട്ട് ദ റിലേഷൻഷിപ്പ്. അവരെ എത്ര വലിയ വ്യക്തിയാണെങ്കിലും, വലിയ സെലിബ്രിറ്റി അപ്പോസ്തലനാണെങ്കിലും എന്ത് ചെയ്യണം? കട്ട്. പരിശുദ്ധാത്മാവാ പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ ശക്തമായിട്ട് ഗലാത്യ സഭയോട്, എത്ര ദേശത്ത് മാനിക്കപ്പെട്ട ദൈവദാസനാണെങ്കിലും, എത്ര ദേശത്ത് അക്സെപ്റ്റഡ് ആയ ദൈവദാസനാണെങ്കിലും, നിങ്ങളെ സത്യത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സുവിശേഷത്തിലേക്ക് ലോകത്തിലെ മോഹിക്കാനാക്കിയില്ലേ? കട്ട് ദ റിലേഷൻഷിപ്പ്. അവനുമായിട്ട് എന്ത് ചെയ്യണം? ആ റിലേഷൻ അങ്ങ് കട്ട് ചെയ്യാൻ. നമുക്കറിയാമല്ലോ, ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ എഴുതിയിരിക്കുന്ന, എങ്ങോട്ടോ നോക്കി ഓടാനാ പറഞ്ഞിരിക്കുന്നത്? ലാഖിലേക്ക് നോക്കി. 3:14, 3:14. ഇതാ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടത്. ഞായറാഴ്ച മാത്രം ഓടിയാൽ എന്ത് ചെയ്യും? വളർച്ച പ്രാപിക്കാൻ പറ്റും. ഈ ലീപ്പ് ഇയർ ഫെബ്രുവരി 29-ാം തീയതി ജനിച്ചവർക്ക് 4 വർഷം കൂടുമ്പോൾ ഒരു ബർത്ത്ഡേ ഉള്ളൂ. അപ്പൊ അവർക്ക് 20 വയസ്സായാലും ശരിക്കും അവർക്ക് എത്ര വയസ്സേ ഉള്ളൂ? 5 വയസ്സേ ഉള്ളൂ.
എന്ന് പറയുന്ന പോലെ ആ വിളിയെപ്പറ്റി ഇറ്റ്സ് എ ഗ്രേറ്റ് കോളിംഗ്, ഹൈ കോളിംഗ് എഴുതിയിരിക്കുന്നത്. എന്ത് വിളിയാണ്? ദൈവത്തിന്റെ പരമവിളിക്കായിട്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും മാറും. എനിക്കൊരു ലാക്കുണ്ട്, ഒരു ഗോളുണ്ട്, അത് മാത്രം നോക്കി മുൻപോട്ട് ഞാൻ എന്ത് ചെയ്തു? ആഞ്ഞു മുൻപോട്ട് പോകും. ഐ പുഷ് ഫോർവേഡ്. പറയുന്ന പോലെ ഒരു ഞായറാഴ്ച മാത്രം നിങ്ങൾ മുമ്പോട്ട് ഓടും, ബാക്കിയുള്ള ദിവസമൊക്കെ നിങ്ങൾ എങ്ങനെ ലോകവുമായിട്ടൊക്കെ ചേർന്നോടും, നടക്കും. അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ വളർച്ച എത്ര? ഒരു വർഷം എത്ര ഞായറാഴ്ചയുണ്ട്? അതും എല്ലാ ഞായറാഴ്ച വരാൻ പറ്റത്തുമില്ല. ഏതൊക്കെ ഞായറാഴ്ച വരാൻ പറ്റും അന്നൊക്കെ നിങ്ങൾ എൻകറേജ്ഡ് ആവും, അന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? മുൻപോട്ട് നോക്കി ഓടും. മറ്റുള്ള ദിവസമൊക്കെ എങ്ങനെ ഓട്ടം നിങ്ങൾ പറയണ്ട, കർത്താവിനറിയാം. അപ്പോൾ ഒരു ഞായറാഴ്ച മാത്രമല്ല ആഞ്ഞ് മുൻപോട്ടോ. ഇത് ആരായണം? മുൻപോട്ട് ആരായണം? ഞങ്ങളൊക്കെ ഓടുമ്പോൾ സ്പ്രിന്റ് എന്ന് പറയും, ചെറുത് 100, 200, 400. ഈ സ്പ്രിന്റിനെല്ലാം നമ്മുടെ ഇതിന്റെ അടിയിൽ ഒരു ലോക്ക് കൊണ്ട് വെക്കും. നമ്മൾ സ്പൈക്സ് ഇട്ടേ ഓടത്തുള്ളൂ. ചെറിയ ഓട്ടങ്ങൾ റബ്ബർ ട്രാക്കിലായിരിക്കും. സ്പൈക്സ് ഇട്ട് ഓടുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ആ സ്പൈക്സ് തന്നെ എന്തിനാണെന്നറിയാം? കുതിക്കാൻ വേണ്ടിയാണ്. ഇവിടുന്ന് ആ പുറയിൽ വെക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സ്റ്റോപ്പർ. ആ സ്റ്റോപ്പർ ഓൺ യുവർ മാർക്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഗെറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊങ്ങും, ബാക്ക് പൊങ്ങും. നമ്മുടെ കോച്ച് നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പൊങ്ങുന്ന എന്തിനാണെന്നറിയാം? ഇനി അടുത്തൊരു കാങ്കറു ചാടുന്ന പോലെ ഒരു ഒറ്റ ചാട്ടമാണ്. ആ ചാട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ലീപ്പ് എടുക്കും. ആ ലീപ്പിൽ മറ്റുള്ളവരെക്കാൾ ആ ചാട്ടത്തിൽ ആര് മുൻപോട്ട് പോകും, പിന്നെ അവന് ബാക്കി തൊട്ട് ഓടിയാൽ മതി. 100 മീറ്റേഴ്സൊക്കെ അങ്ങനെ ഓടിയാലേ ഈ പറയുന്ന അല്ലല്ലേ സെക്കൻഡ്സിൻ്റെ അകത്ത് 5.6 സെക്കൻഡ്സോ അല്ലെങ്കിൽ അങ്ങനെ സെക്കൻഡ്സിൻ്റെ അകത്ത് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഹാലല്ലേ ഇതാരായണം? എനിക്ക് ഫസ്റ്റ് കിട്ടണമെങ്കിൽ ആരായണം? കോച്ച് എന്നെ പുറത്ത് തള്ളാൻ പറ്റത്തില്ല. ഞാനായണം. എനിക്ക് ബിരുദ പ്രാപിക്കുവാൻ തക്കോടെ ഞാൻ ഉത്സാഹിക്കണം. എൻ്റെ ഭാര്യ എന്നെ ഉത്സാഹിപ്പിക്കത്തില്ല, എൻ്റെ അപ്പനും അമ്മ എന്നെ ഉത്സാഹിപ്പിക്കത്തില്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ ഉത്സാഹിപ്പിക്കത്തില്ല, മക്കൾ എന്നെ എൻകറേജ് ചെയ്യത്തില്ല. ഐ ഹാവ് ടു ബി എൻകറേജ് ബൈ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിനാൽ ബലമേറ്റെടുത്തിട്ട് ഞാൻ മുൻപോട്ടാഞ്ഞ് എൻ്റെ ലാക്ക് എന്തുവാന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ ലാക്ക് എന്തുവാ, എൻ്റെ വിളി എന്തുവാ, എൻ്റെ ഗോൾ എന്തുവാ എന്ന് മനസ്സിലാക്കി ഞാൻ മുൻപോട്ട് എന്ത് ചെയ്യണം? ആഞ്ഞോടണം. അതാണ് ഇവിടെ എഴുതിക്കുന്നത്. പരമവിളിയ എന്ന് മറന്നു പോകല്ലേ എന്ന് ഗലാത്യ സഭയെ ഓർപ്പിച്ചിട്ട് 13-ാമത്തെ വാക്യം, ഗലാത്യ ലേഖനം 5:13. പൗലോസ് എന്താ ഇങ്ങനെ ഓരോ വാക്യത്തിൽ മാറി മാറി പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക. അവിടുന്ന് പറഞ്ഞ കാര്യത്തിന് മറുപടിയായി പറയുന്നത്. ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യമാക്കിയില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്രൈസ്റ്റ് ഹസ് സെറ്റ് us free, walk in liberty. ഇന്ന് പുതിയ പല കൂട്ടായ്മകളൊക്കെ പഠിക്കുന്നത് എങ്ങനെ വേണം ജീവിക്കും, ഒരു കുഴപ്പമില്ല. തിരുവത്താഴമൊക്കെ എടുക്കുന്നത് ഞാനൊരു ചെങ്ങന്നൂർ ഒരു ന്യൂജൻ കൂട്ടായ്മ കേട്ടത്, അവിടെ പോയില്ല, അവിടെ വന്നാളും പറഞ്ഞു, വലിയവർക്ക് ഇത് ബ്രെഡായിട്ടും കൊച്ചു പിള്ളേർക്ക് ഇത് കേക്കായിട്ടും എല്ലാവരും കഴിച്ചു എന്നവിടുത്തെ ദേവദാസൻ പറഞ്ഞ് എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു. ഏതാ കൂട്ടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും തിരുവത്താഴമാണ് ശോധന ചെയ്ത് കഴിക്കാൻ ദൈവത്തിൻ്റെ വചനം പറയാം. ലിബർട്ടി എടുത്ത് ഫ്രീഡം എടുത്തിട്ട് കൊച്ചു പിള്ളേർക്ക് ഇത് കേക്കായിട്ടും വലിയവർക്ക് ഇത് അപ്പമായിട്ടും എല്ലാവരും കഴിച്ചു. അപ്പോൾ ശോധന ചെയ്യേണ്ട പാപം അവിടെ ദൈവസാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് ന്യായവിധി നടക്കത്തില്ല, അവരെല്ലാം കേക്കായിട്ട് കഴിഞ്ഞു. അതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊക്കെ പോഷത്വരം, ഇതൊക്കെ എത്ര വർഷം മുമ്പ് ഇതിൻ്റെക്കാളൊക്കെ വലിയ ഇതാണ്. ഞങ്ങൾ ഒരിടത്ത് ആന്ധ്ര ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഏത്തപ്പഴവും ഒരു പെപ്സിക്കോളയും എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, പക്ഷേ ബ്രെഡും വൈനും ഒന്നും കിട്ടിയില്ല, ഇതാ കിട്ടിയത്, നടത്തിക്കോളാൻ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, നിങ്ങൾ വന്നില്ല, കേരള പാസ്റ്റേഴ്സ് നിങ്ങൾ വന്നില്ല, നിങ്ങൾ നടത്തിയാലേ പറ്റും, നിങ്ങളുള്ളപ്പോൾ എനിക്ക് നിങ്ങൾ കൂടെ തരം നടത്തണം ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ ആവുന്നു പറഞ്ഞു, ഞങ്ങൾ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങളിതിന് ശക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രമാണം പറഞ്ഞ് ശക്തമായിട്ട് വന്നാൽ കുഴപ്പമൊന്നുമില്ല. ആരും നമ്മൾ ഇത്രയും പേര് ഗ്രാമവിശ്വാസികൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ്. ഞാൻ പറഞ്ഞില്ല, പ്രമാണമൊക്കെ മാറി പോയി. ലിബർട്ടി എടുത്ത് എന്തോ അപ്പം ഏത്തപ്പഴമായി, പഴമായി, ഏത്തപ്പഴം അവിടെ കിട്ടത്തില്ല, സോറി പച്ചപ്പഴം അതോ പഴമായി. പിന്നെ അടുത്ത കടയിൽ നിന്ന് ഒരു കോളയം വാങ്ങിച്ച് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞ കാര്യമാണ് ഞങ്ങളോട്. ഇപ്പോൾ ഒരു 10-20 വർഷമായി കാണും, 15 വർഷമായി കാണും. അപ്പോൾ ഇപ്പോഴതിനേക്കാളൊക്കെ എത്ര ശക്തമായ പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചു. പട്ടി ആരാധനയ്ക്ക് കൊണ്ടുവരിക, സ്നാനക്കുളത്തിനകത്ത് ബക്കറ്റിൽ നിന്ന് കോഴി സ്നാനപ്പെടുത്തുക. ഞാൻ പറഞ്ഞില്ലേ, ഈ ലിബർട്ടി എടുക്കുന്ന എന്തുവാ? സ്നാനം മരിച്ച് പുനർത്താൻ, അല്ലെങ്കിൽ ബക്കറ്റ് എടുത്ത് തലയിലോട്ട് ഒഴിച്ചാൽ ശരി. പിന്നെ മാമോദീസ പോയി അവിടെ മഗ്ഗിൽ തളിക്കുന്നു, ഇവിടെ ബക്കറ്റിൽ ഒഴിക്കുന്നു. ഞാൻ ലിബർട്ടി എടുത്ത് ദൈവവചനത്തിന്റെ പ്രമാണമൊക്കെ ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യരാക്കി. അപ്പം ഈ ശക്തമായ പ്രമാണം പൗലോസ് ഗലാത്യ സഭയോട് പറയുമ്പോൾ ഈ മറ്റുള്ള ദൈവദാസനുണ്ടല്ലോ, ക്ഷീണിപ്പിച്ച് കളഞ്ഞ ദൈവദാസനോ ദൈവദാസന്മാരോ, പൗലോസ് അത് സിംഗുലർ ആണോ പ്ലൂറലാണോ എന്ന് വ്യക്തമാക്കാത്തതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. അത് അവൻ ആരാണേലും അവന് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ദൈവദാസനോട് റിലേഷൻ അങ്ങ് കട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 12-ാമത്തെ 10-12 ഭാഗം.
അടുത്ത വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തു നിങ്ങളെ, പൗലോസ് ശക്തമായിട്ട് പ്രസംഗിക്കുമ്പോൾ ആ ദൈവദാസൻ പറയുക, കർത്താവ് ഇനി നിങ്ങൾക്ക് പ്രമാണമൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് സ്നാനപ്പെട്ടോ നിങ്ങൾ സ്വർഗത്തിൽ പോകും ഉറപ്പാ, രക്ഷയൊന്നും നഷ്ടപ്പെടുത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലുള്ളത് ജീവിക്കാം, ഫ്രീ ആകുന്നേ, ബി ഫ്രീ, എൻജോയ് ലൈഫ് എന്നുള്ള പ്രമാണം പറഞ്ഞപ്പോഴാണ് പൗലോസ് വ്യക്തമായിട്ട് 13-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. 13 വായിച്ച്. ഈ സ്വാതന്ത്ര്യം ഞങ്ങളങ്ങോട്ട് എടുത്ത് അവസാനം എന്ത് ചെയ്യില്ലേ? ജഡത്തിന് അവസരമാക്കല്ലേ. റോമാലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. എത്ര പേരാണെന്നറിയാമോ ഈ ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ദുരുപദേശ ടീം തന്നെ വന്നിരിക്കുന്നത് അതിൽ നിന്നല്ലേ? അവിടെ ജോസഫ് പ്രിൻസും സിംഗപ്പൂരിൽ അവരുടെ ബ്രാഞ്ചസ് ഇവിടും, ബാക്കിയുള്ള അതിൻ്റെ വേറൊരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്, അതിൻ്റെ ഒരു സബ് ബ്രാഞ്ച് ഇപ്പോൾ കൊച്ചിയിലുണ്ട്. എല്ലാം ആ ടീച്ചിങ് വന്നിരിക്കുന്ന ക്രൈസ്റ്റ് ഹാസ് സെറ്റ് യു ഫ്രീ, ലിവ് ആസ് യു വാണ്ട്, രക്ഷ നഷ്ടപ്പെടത്തില്ല എന്നുള്ളൊരു വല്ലാത്തത്. റോമാലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അവിടെ ഇരിക്കുന്ന പാപം, അതിന്റെ അർത്ഥം എന്തുവാ? പാപം ചെയ്യുമ്പോൾ സത്യമാ, പാപത്തെ ജയിക്കുവാൻ കൃപ പെരുകും. അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പാപം ചെയ്യാമെന്നാണോ? certainly not എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. ഒരിക്കലുമല്ല. പാപം ചെയ്യുമ്പോൾ കൃപ പെരുകും. കൃപ പെരുകുന്ന എന്തിനാണെന്നറിയാം? ഒന്ന്, നമ്മളെ ഉടനെ ന്യായവിധി വരാതിരിക്കാൻ നമ്മളെ കവർ ചെയ്യുന്നു. രണ്ടാമത്, ഈ പാപത്തെ ജയിക്കുവാൻ, പാപത്തിൽ തുടരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. പാപത്തോട് ഒരു കോംപ്രമൈസും ഇല്ല. ഒരു പാപിയെയും കർത്താവിന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ദൈവം ചെയ്യത്തില്ല. അവിടെ പാപത്തോട് കർത്താവിന് ഒരു വിട്ടുവീഴ്ചയില്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എന്തെങ്കിലും ദൈവത്തിന് പ്രസിദ്ധമല്ലാത്ത, പ്രസാദമല്ലാത്ത ഒരു രഹസ്യ പാപം ഉണ്ടെങ്കിൽ, ഇഫ് ഐ കണ്ടിന്യൂ ഇൻ ദാറ്റ്, ദൈവം എന്നെ ലജ്ജിപ്പിക്കാൻ അനുവദിക്കും. പലവട്ടം ശക്തമായിട്ട് ദൈവം എന്നോട് ഇടപെടും. അനേക ദൈവദാസന്മാർ, അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ ഞങ്ങളത് കണ്ടപ്പോൾ, ഇവിടേക്ക് നമ്മൾ ആരും അതിനേക്കാളും മിടുക്കന്മാരായിട്ടല്ല, പലവട്ടം ദൈവം ഇടപെടുന്നുണ്ടേ. നെടുമ്പാട് ദാവീദ് വീണ പോലെ ഓൾ ഓൺ ദ ഗ്രൗണ്ട്, അല്ലെങ്കിൽ നെടുമ്പാട് വീണ് കരഞ്ഞ് തീരുമാനമെടുത്ത്, കർത്താവേ ഇതിന് ജയിക്കുവാനുള്ള കൃപ എൻ്റെ ജീവിതത്തിൽ തരണമേ. അപ്പൊ പാപത്തോട് കോംപ്രമൈസ് ചെയ്ത് ആരും കാണുന്നില്ലല്ലോ കണ്ടിന്യൂ ചെയ്യുവാനല്ല, എന്ത് കുറവുണ്ടെങ്കിലും അതിനെ ജയിച്ച് മുൻപോട്ട് പോകുവാൻ ഗലാത്യ സഭയെ ഓർപ്പിക്കുക. സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നില്ല, ഇത് നിർബന്ധത്താലല്ല. എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, യു ലവ് മീ, യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്. എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ. അപ്പൊ ഇത് പാസ്റ്റർ പറഞ്ഞുകൊണ്ടല്ല, സഭ പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഞാൻ പണ്ട് സമുദായത്തിലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, ഫ്രീ ആയിട്ട് ജീവിക്കാൻ. അവിടെ പിന്നെ നിത്യത എവിടാന്ന് ചിന്തിച്ചാൽ മതി. ഇത് നിർബന്ധത്താലല്ല. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി അത് അനുസരിക്കുന്നേ. ഇതിന് പ്രതിഫലമുള്ളതാ. നമ്മുടെ ജീവിതത്തിൽ ഓരോ മാറ്റവും അത് എൻജോയ് ചെയ്യണം, എക്സൈറ്റഡ് ആകണം. എന്റെ ജീവിതത്തിൽ കർത്താവിനെ ഒരുക്കുക, സ്വർഗത്തിൽ കർത്താവിനോട് കൂടി വസിക്കുവാൻ. 14-ാമത്തെ വാക്യം. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും പൗലോസ് വ്യക്തമാക്കുക, ദൈവിക പ്രമാണത്തിന്റെ അകത്ത് ഇവിടെ ഒരു സ്നേഹത്തിന്, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയ്ക്ക് കലക്കമിട്ടു. ദൈവദാസന്മാർ തമ്മിൽ ഇപ്പം പോരെ, ഇപ്പൊ തെറ്റിച്ച് പ്രസംഗിക്കുന്ന ദൈവദാസനും അവിടുത്തെ ദൈവദാസനും. കാര്യം അവിടുത്തെ ദൈവദാസനൊന്നും പറയാൻ പറ്റത്തില്ല, ആദ്യം അനുവദിച്ചു കൊടുത്തു ഈ ദൈവദാസനെ വന്ന് ശുശ്രൂഷിക്കാൻ. ഇപ്പം ഗെറ്റ് ഔട്ട് അടിക്കാൻ പറ്റത്തില്ല. കാര്യം സഭയിലുള്ള ഭൂരിഭാഗം ആൾക്കാർക്ക് ഇപ്പൊ ഇഷ്ടം ആരുടെ പ്രസംഗമാണ്? അനുവദിച്ചു കൊടുത്തതാ. ഒട്ടകത്തിന് സ്ഥലം വെക്കാൻ അനുവദിച്ചു കൊടുത്ത പോലെ സഭയിൽ ആദ്യമേ ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നു. ജനങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വന്നു പോകുന്നവരെ അല്ലെങ്കിൽ ഓരോ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ ഓർത്തോണം, ദൈവം അനുവദിക്കുന്നു, ദൈവം അയക്കുന്നവരെയും വിളിച്ചില്ലെങ്കിലുള്ള കുഴപ്പം. ഈ ദൈവദാസനെ അനുവദിച്ചു. ഇപ്പൊ സഭയിൽ ആകപ്പാടെ കലക്കമായി. ഈ കലക്കം നിമിത്തം ഇപ്പം ഞാനൊരു കാര്യം പറയുക, ഞാനിപ്പോൾ ഒന്ന് വിശ്വസിക്കും, നിങ്ങൾ വേറൊന്ന് വിശ്വസിക്കും, നമ്മൾ തമ്മിൽ തർക്കമായി, വാദമായി, തർക്കവും വാദവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആകപ്പാടെ നമ്മുടെ കാഴ്ചപ്പാട് വ്യത്യാസമാണ്. നമ്മൾ തമ്മിൽ എന്തുണ്ട്? ഒരു കലഹമുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നെങ്കിലും എന്തോ കാണുമ്പോൾ ഈ വചനത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ് കാഴ്ചപ്പാടിന്റെ വിഷയത്തിൽ തർക്കം. ഞാനൊന്ന് വിശ്വസിക്കുന്നു, നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു. അപ്പം അല്ലെങ്കിൽ ഈ തർക്കം സത്യത്തിൽ ഏകാത്മാവിൽ നയിക്കപ്പെടുവാൻ പറ്റാത്ത ഈ കലക്കം, അല്ലെങ്കിൽ പൗലോസ് പറയുന്നത് പ്രമാണം എന്തുവാണ്? സ്നേഹത്തിന്റെ പ്രമാണമാണ്. നിങ്ങളുടെ ഇടയ്ക്ക് കലക്കം ഇടുന്നവരാരാണെങ്കിലും അവനുമായിട്ടുള്ള റിലേഷൻ അങ്ങ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇവിടെ 14-ാമത്തെ വാക്യം. ഈ പ്രമാണം എന്തിന്റെ പ്രമാണമാണ്? സ്നേഹത്തിന്റെ പ്രമാണമാണ്. ഈ വിശ്വാസികൾ തമ്മിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്തുവാണ്? അന്യോന്യം കടിക്കുകയും തിന്നുകയും, ബൈറ്റ് ഈച്ച് അതർ. ഒരു പട്ടി കുറയ്ക്കുന്ന കേട്ടില്ലേ? ഇവർ തമ്മിൽ കൂടുമ്പോൾ, കവലെ കൂടുമ്പോൾ കാണിക്കുന്ന പരിപാടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? കര 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 എന്ന് പറഞ്ഞ എല്ലാം കൂടി കടിപിടി. ഈ കടിപിടി കൂടുന്ന പോലത്തെ പരിപാടി സാത്താൻ
നിങ്ങളുടെ ജീവിതത്തിൽ സഭയിൽ, ഗലാത്യ സഭയിൽ അവസാനം എന്തുകൂടി? ഈ കാഴ്ചപ്പാടിന്റെ വിഷയവും ഈ ദൈവദാസനും ആ ദൈവദാസന്റെ സൈഡിലുള്ള കുറച്ചു പേര്, ഈ ദൈവദാസന്റെ സൈഡിലുള്ള കുറച്ചു പേരും പറഞ്ഞിട്ട് കാഴ്ചപ്പാടിന്റെ വിഷയത്തിൽ ഇവിടെ കലക്കമായി. അപ്പം അതുകൊണ്ടാണ് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ പ്രമാണം സ്നേഹത്തിന്റെ പ്രമാണമാണെന്ന് പറഞ്ഞിട്ട് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളുടെ മധ്യത്തിൽ ഈ കലക്കം കൊണ്ടിടുന്നവര് അവര് എന്ത് സംഭവിക്കും? അവിടെ എഴുതിയിരിക്കുന്ന അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ഒക്കെ ചെയ്താൽ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകും. നിങ്ങൾ ഈ വിചാരിക്കുന്നു ഇത് ഹെൽത്തി ഡിസ്കഷൻ ആണോ? ഇത് കുറച്ച് കഴിഞ്ഞാൽ അൺഹെൽത്തി ആവും, ഇത് സഭയിൽ കലക്കമാവും. നമ്മൾ തമ്മിൽ ഈ ഒരു പോരുണ്ടെങ്കിൽ ഒരാൾ ജയിക്കും, ഒരാൾ തോക്കും. ജയിക്കുന്നവന് സന്തോഷവും തോക്കുന്നവന് വിഷമവും. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നീ ചെയ്യുന്ന തെറ്റാന്ന് പറഞ്ഞ് അവസാനം അവർക്ക് എന്തുണ്ടായി? ഒരു വിഷമം. സഭ മുഴുവൻ ഒന്നിച്ച് ആത്മാവിൽ വളർച്ച പ്രാപിക്കുന്നു എന്നതിനിടയ്ക്ക് ഇവിടെ കലക്കമുണ്ടാക്കി. കാഴ്ചപ്പാടിന്റെ വിഷയം മറ്റൊരു സുവിശേഷം വേറൊരു ആത്മാവിൽ പറഞ്ഞ് കലക്കമുണ്ടാക്കിയിട്ട് പരിശുദ്ധാത്മാവ് വ്യാപരിക്കാതായി കലക്കമുണ്ടാക്കിയിട്ട് അവസാനം ഒരുവനാൽ ഒടുങ്ങിപ്പോകും. ഒരു പോരിൻ്റെ അകത്ത് എന്തുണ്ടായി? വീക്കായിട്ടുള്ള ആൾക്കാർ ക്ഷീണിച്ചു പോകുന്നു, മറ്റവര് പോരിൽ കയറി വരുന്നു. ആത്മാവിലല്ല വളരുന്നത് അവര്. നിങ്ങൾക്കറിയാമോ ഈ പോരിന്റെ കാര്യത്തിലൊക്കെ പഴയ പെന്തിക്കോസ്തുകാരൊക്കെ ഭയങ്കരമാരാണ്. അവിടെ നിന്ന് മാറാൻ കാരണമൊക്കെ ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ഈ പൊളിറ്റിക്സ്, പയറ്റ്. നിങ്ങൾ ഇതിൻ്റെ ഒന്നും പോരുകൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇലക്ഷന്റെ സമയത്തൊന്നും ആ കുമ്മനാട് ഏറിയ പോലെ ചിലപ്പോൾ കത്തിക്കുത്തു വരെങ്കിലും അതുപോലത്തെ ഗുണ്ടകളെ ഇറക്കിയുള്ള പോര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ പല ഏരിയകൾ, പല മുഖങ്ങൾ ഇതുപോലുള്ള സഭകൾ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു കണക്കാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ കണ്ടും കേട്ടു. അതിനകത്ത് പല കാര്യങ്ങൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോകും. ജഡീകർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ജഡീകർ. കാഹളൂതുമ്പോൾ ഇതൊന്നും ഒറ്റ ഒരെണ്ണം എടുക്കപ്പെടത്തില്ല. അതുപോലാക്കി കടിച്ചും തിന്നും. ഈ പൗലോസ് ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ മനസ്സിലാക്കണം. ഗലാത്യ സഭ ഇതുപോലാക്കി കടിച്ചും തിന്നും കടിച്ചു കീറുന്ന പേപ്പട്ടികളെ പോലെ കടിച്ച് സ്വന്തം സഹോദരനാണെന്ന് മനസ്സിലാവും. സഭയിലുള്ളവർ ആരാണ്? സഹോദരങ്ങൾ എത്ര സ്നേഹത്തിൽ എൻകറേജ് ചെയ്യേണ്ടതിന്റെ പകരം കടിച്ചും തിന്ന് ഒരുവന് ഒടുക്കിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. 15-ാമത്തെ വാക്യത്തിൽ എല്ലാം കൂടി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സ്വർഗത്തിലെ അവസ്ഥ എന്തോ നിങ്ങൾ ചിന്തിക്കും. ഇവിടെ തന്നെ ചേരാൻ പറ്റുന്നില്ല. ആ സഭ, ഈ സഭ, ഞാൻ സഭാ സ്പിരിറ്റ്, നിങ്ങൾ ഏത് സഭയിലെയാ എന്ന് പറയുന്നുണ്ട്. മോഹം അങ്ങ് പ്രൗണാകുന്നൊക്കെ ഇവരെല്ലാം കൂടി സ്വർഗത്തിൽ കർത്താവ് കൊണ്ടുപോകാന്ന് വെച്ചു. കർത്താവ് ഒരിക്കലും കൊണ്ടുപോകത്തില്ല. അല്ലല്ലേ, അവിടെ ചന്തയായി പോകത്തില്ല, അവിടെ അടിപിടിയായി പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല, ആത്മാവിൽ ഐക്യപ്പെട്ടത് സ്നേഹത്തിന്റെ പ്രമാണമാണ് എന്ന് പറഞ്ഞാണ് 16-ാമത്തെ വാക്യം. ഇവരാത്മാവിൽ ക്ഷീണിച്ച് ന്യായപ്രമാണത്തിലേക്ക് പോയി പയറ്റായി അവസാനം ഹല്ലേലൂയ പൗലോസ് ഓർപ്പിക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം? വാക്ക് ഇൻ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അനുസരിച്ച് നടക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജഡം ഉയരത്തില്ല. അല്ലെ നിങ്ങളുടെ പഴയ മനുഷ്യൻ അങ്ങോട്ട് പോയി ഞാൻ ആരാന്നറിയാമോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഉയരും. ആത്മാവിൽ ഒതുങ്ങി, ആത്മാവ് ബി കൺട്രോൾ ബൈ ദ സ്പിരിറ്റ്, വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവ് അനുസരിച്ച് നടക്കും. ഞായറാഴ്ച മാത്രമല്ല ആത്മാവിന്റെ കൺട്രോൾ, അതും ഉച്ച വരെയുള്ള സമയം. ഉച്ച കഴിയുമ്പോൾ തന്നെ നടക്കും. അല്ല, സ്വതം ദൈനംതോറും ജീവിതത്തിൽ എന്ത് ചെയ്യണം? ജോലി സ്ഥലത്തും ദേശത്തും എല്ലാം ഇത് ഇച്ചിരി പാടാതെ ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യണം. ഞാൻ എന്നെ തന്നെ കർത്താവിന്റെ കൺട്രോളിൽ എന്ത് ചെയ്യണം? കൊണ്ടുവന്ന് ആത്മാവിൽ പിശാചിനോട് പോരിട്ട് നിൽക്കണം. അപ്പം ആത്മാവിൽ നടക്കുക. എന്നാൽ നിങ്ങളുടെ ജഡത്തിന്റെ അപ്പൊ ഈ ജഡത്തിന്റെ മോഹം, എനിക്ക് പണക്കാരനാകണം, എനിക്ക് വലിയവരാകണം, എന്നത് എല്ലാവരും മാനിക്കണം, ഇത് ഏതിന്റെ മോഹമാ? ആത്മാവിന്റെ മോഹമല്ല, എൻ്റെ ഈ ശരീരത്തിന്റെ മോഹം, ജഡത്തിന്റെ മോഹം, മൈ ബോഡി. എൻ്റെ ഈ ശരീരത്തിന്റെ മോഹമാണ്. ഐ വോണ്ട് ബി റിച്ച്, ഐ വോണ്ട് ബി ഫേമസ്, സെലിബ്രിറ്റിയെ പോലെ എല്ലാവരും എന്നെ സലാം ചെയ്യണം, ബഹുമാനിക്കണം, ദേശത്ത് മാനിക്കപ്പെടണം. ഇത് ദൈവത്തിന്റെ വിളിയല്ല, ആത്മാവിന്റെ മോഹവുമല്ല. ആത്മാവിന്റെ മോഹം എന്നെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുപോകും. പണിത് സ്വർഗത്തിൽ വസിക്കുവാൻ യോഗ്യനാക്കി തീർക്കുമ്പോൾ എനിക്ക് ഇവിടെ തന്നെ കുറെ നാൾ അങ്ങോട്ട് താമസിച്ച് ദേശത്ത് മാനിക്കപ്പെടണം എന്നുള്ളത് എൻ്റെ ജഡത്തിന്റെ മോഹം. അപ്പൊ ഇത് തമ്മിൽ വലിയ പോരാന്ന അടുത്ത വാക്യത്തിൽ പറഞ്ഞു. ഇവർ തമ്മിൽ ഫൈറ്റിംഗ് ആയി, ജഡവും ആത്മാവും. ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നടക്കണം. ഈ ജഡം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങനെ ചീർത്ത് ഇത് ഈ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴനുഭവിക്കുന്ന സന്തോഷവും എന്തെങ്കിലും നന്മയോ കൃപയോ ഉണ്ടെങ്കിൽ ഇത് ആര് തന്നതാണ്? മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും മാത്രമേ. ആൻഡ് വി ആർ അക്കൗണ്ടബിൾ ടു ഗോഡ്. കർത്താവിനോട് കണക്കും പറഞ്ഞു. ഈ പഴയ അനുഭവം നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ പഴയ അനുഭവം, നമ്മൾ അന്ധകാരത്തിൽ ജീവിച്ചപ്പോൾ വല്ലാത്ത ലജ്ജിച്ച് നാണം കെട്ട വല്ലാതെ ബന്ധനത്തിലായിരുന്ന ഒരു അനുഭവം, ജീവിതത്തിൽ ഒരു അർത്ഥവും ഇല്ലാത്ത ജീവിതത്തിൽ ഒരു അതിൽ നിന്ന് ദൈവം ഇപ്പോഴാക്കിയത് കർത്താവിന്റെ കൃപയാലല്ലേ.
കുറച്ച് കഴിഞ്ഞിട്ട് ഈ മനുഷ്യർ ദൈവമക്കളുണ്ടല്ലോ അങ്ങോട്ട് അഹങ്കരിച്ചിട്ട് ഈ ഉള്ളതല്ല എൻ്റെ കഴിവുകൊണ്ടാന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എങ്ങനെ താഴ്ത്തും, എന്നെ ആൾക്കാർ നിന്ദിക്കുന്നു, ഞാൻ എന്തിനു താഴണം, ഞാൻ എന്തിനത് കേട്ടിരിക്കും, എന്തിനു സഹിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ചീർത്തു പോകും അല്ലേ. എൻ്റെ ഈ ജഡം എന്ത് ചെയ്യും അങ്ങോട്ട് പൂച്ചയൊക്കെ കാണിക്കുന്നത് കണ്ടോണ്ട്. ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ചയുണ്ട്, ഞങ്ങളതിനെ ഇതിലാണ് കെട്ടിയിരിക്കുന്നത്, ഒരു ബെൽറ്റിലാണ് കെട്ടിയിരിക്കുന്നത്. അതിനും നല്ല സന്തോഷം. പക്ഷെ അതിന് ഈ ആക്രമിക്കാനും കടിക്കാനും പറ്റത്തില്ല, അതിനെ ബെൽറ്റ് എത്തുന്ന ദൂരത്തിലേ പോകാൻ പറ്റുള്ളൂ. കാഷറിലാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത് ചെയ്യുന്ന ഒരു പരിപാടി കാണിക്കുകയാണ്. പട്ടി വന്നാലും എന്ത് ചെയ്യും, അത് ഒന്നാമത്തെ രോമമൊക്കെ ഉണ്ട്, അങ്ങോട്ട് വീർത്ത് കഴിഞ്ഞാൽ പട്ടിയുടെ സൈസാവും, അല്ലെങ്കിൽ ഇച്ചിരിയേ ഉള്ളൂ, കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒട്ടുമില്ല. അതതിൻ്റെ ഒറിജിനൽ സൈസ്. പക്ഷെ ഇതെന്ത് ചെയ്യും അങ്ങോട്ട്, ഞാൻ ആരാന്നറിയാമോ, എന്നെ തൊട്ട വിവരം അറിയും. അതാണ് കൊരിന്ത്യലേഖനത്തിൽ എഴുതിയിരിക്കുന്ന സഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ചീർത്ത് പഫ്ഡ് അപ്പ്. ഈ ഗലാത്യ സഭയിൽ ഇങ്ങനെ കുറെ ആൾക്കാർ അങ്ങോട്ട് ജഡീകർ വന്നപ്പോൾ അവരോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണേ, വാക്ക് ഇൻ ദ സ്പിരിറ്റ്. ഒന്ന് താഴെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്, ഒന്ന് ചിന്തിക്കുക. എന്തെങ്കിലും സന്തോഷവും കൃപയോ നന്മയോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രൂശിൽ വില കൊടുത്തോണ്ട ദൈവമക്കളെ. എന്നാലല്ലേ ഒന്ന് ആത്മാവിൽ നടക്കുക, ആത്മാവ് പറയുന്നത് എന്തുവാന്ന് കേക്ക്, ആത്മാവിന്റെ ആലോചനയ്ക്ക് ഒന്ന് കീഴ്പ്പെടുക. 17-ാമത്തെ വാക്ക് വായിച്ചിട്ട്, ഇവർ തമ്മിൽ പോരാ, ജഡാഭിലാഷം, എനിക്ക് വലുവനാകണം, പണക്കാരനാകണം, മാനിക്കണം, വർധനം, ഇതും എൻ്റെ ആത്മാവിന് എങ്ങനാ, എനിക്കിവിടെ ഉള്ളത് പോയാലും കുഴപ്പമില്ല, എങ്ങനെങ്കിലും വല്ല വിധേനയും കാഹളം ഊതുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യണം, പുനർദാനം പ്രാപിക്കും. ആൾക്കാർ നിന്ദിച്ചാലും കുഴപ്പമില്ല, പ്രമാണം വിട്ടു പോകാൻ മനസ്സിൽ. ആൾക്കാരെന്നെ അസോസിയേഷൻ എന്നെ കളിയാക്കിയാലും കുഴപ്പമില്ല, എൻ്റെ യേശുവിനെ ഇതിൽ കൂടുതൽ നിന്ദിച്ചതാണ്. എൻ്റെ കൂട്ടുകാരെന്നെ കളിയാക്കിയാലും കുഴപ്പമില്ല, എൻ്റെ യേശുവിനെ നഗ്നനായിട്ട് ഹൈവേയുടെ സൈഡിൽ ക്രൂശിച്ചതാണ്, എന്നെ വിളിക്കുക. ഇതാണ് എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ എൻ്റെ അഹത്തെ മനുഷ്യൻ്റെ അഭിലാഷ ഇതും, എൻ്റെ ജഡത്തിന്റെ അഭിലാഷ മോർ ലക്ഷറി, മോർ കംഫർട്ട്, ലോകത്തിലേത് കൂടുതൽ കിട്ടും. ഇവർ തമ്മിൽ എന്തുവാണ്? വടംവലിയുടെ ഒരു സീസൺ അല്ലേ ഈ ഓണത്തിനൊക്കെ, എല്ലായിടത്തും നമ്മൾ കാണുന്ന വീഡിയോസ് എന്തുവാ, ഇങ്ങനെ അങ്ങനെ. അവസാനം ഒരാൾ ജയിക്കും, തോക്കുന്നവരെ എല്ലാം കൂടെ താഴെ വീഴും, ജയിക്കുന്നവർ അവരെ വലിച്ചിങ്ങ് താഴോട്ടിടും. ഈ വടംവലിയാ അല്ലേ, ടഗോഫാറ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇവർ തമ്മിൽ പോരാന്ന് മനസ്സിലാക്കണം. ഇവർ തമ്മിൽ പോരും, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്ത വണ്ണം അവർ തമ്മിൽ എന്തുവാണ്, നിങ്ങളൊന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത് കർത്താവിനൊന്ന് ആശ്രയിച്ച് താഴ്മയോടുകൂടി ഇച്ഛിച്ചാൽ ഉടനെ ജഡം അത് അനുവദിക്കട്ടെ. ഇവർ തമ്മിൽ പോരാ. ഞാനൊന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് കർത്താവെ ഒന്ന് സമാധാനത്തോട് സന്തോഷത്തോടെ എല്ലാവരോടും സന്തോഷത്തോട് ജീവിക്കാം, എൻ്റെ ജഡവും സമ്മതിക്കട്ടെ, ഉടനെ എന്നെ പൊട്ടിത്തെറിപ്പിക്കും. ഇവർ തമ്മിൽ പോരാ, ഞാനൊന്ന് കർത്താവിന് വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ, ബൈബിൾ പറയുന്നു, നമ്മളിപ്പോൾ 17-ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ, ജഡം എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കത്തില്ല. അടുത്തത്, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്ത വണ്ണം അവർ തമ്മിൽ പ്രതികൂലമാ. there's a fight going on. ഈ ഫൈറ്റ് എന്ന് വരെയുണ്ട്, till the last day. ഒന്നി നമ്മൾ മരിക്കുന്നവരെ, അല്ലെങ്കിൽ കാഹളം പോകുന്നവരെ. എന്തുമായാലും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ കണ്ടിട്ട് ഡാമും വല്ലാതെ ബലഹീനമായിട്ടായിരിക്കുന്നത്. കാഹള ഊതുന്ന ശബ്ദത്തിൽ എന്ത് സംഭവിക്കും, ആദ്യത്തെ കുറേ വണ്ണം പോകാൻ പോകുന്ന അങ്ങനെ ആയിരിക്കും. ബൈബിൾ വെളിപ്പാട് ദിവസത്തിൽ കാണുന്നില്ല, ഓരോ ക്രോധകലശം ഒഴിക്കുമ്പോൾ ഓരോ പണികൾ തകരും, ഭൂമിയിലെ 3-1 ചാവും, കേരളത്തിലെ 3-1 പോകാൻ പോകുന്നു, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്തുമായാലും ഇപ്പോഴത്തെ സാഹചര്യവും ക്രൈമും ഒക്കെ കണ്ടിട്ട് വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകും. ഇവർ തമ്മിൽ വിരോധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്ത വണ്ണം ഇവർ തമ്മിൽ വിരോധമാ. അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ ചിന്തിക്കാമെങ്കിലും 18 വായിച്ചു. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒന്നീ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, അല്ലെ പഴയ നിയമം അനുസരിച്ച് നടക്കണം. ഇത് പുതിയ നിയമ ഭക്തരോടാ പറയുന്നത്, ഇസ്രായേൽ മക്കളോടല്ല, ഗലാത്യ സഭയോടാ പറയുന്നത്. നിങ്ങൾ ഒന്നി ന്യായപ്രമാണം അനുസരിച്ച് നടക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആത്മാവ് അനുസരിച്ച് നടക്കണം. അപ്പം ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്നത് ആത്മാവ് അനുസരിച്ച് നടക്കുന്നതിനോട് വിരോധമാണ്. അവിടാണ് ലോത്തിന്റെ ആടുമാടുകൾ, എബ്രഹാമിന്റെ ആടുമാടുകൾ, ദേശത്ത് തന്നെ മാനിച്ചു, വാലല്ല തലയാക്കും. അവിടെ ഒത്തിരി ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നല്ല മനോഹരമായ ദേശത്ത് നിങ്ങൾക്ക് അളവ് നൂൽ തന്നു, അവിടെ വാഗ്ദത്ത ദേശം എന്ന് പറയുന്നത് ഇവിടെ പാലും തേനും ഒഴുകുന്ന ലോകത്തിലെ ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ്, കനാനാണ്. നമുക്ക് കനാനാണോ വലുത്? കനാനൊക്കെ എന്ത് ചെയ്യും? ഇസ്രായേലിനോട് ചോദിക്കുക, എവിടെ പോയി യെരൂശലേം? പ്രവചന പുസ്തകത്തിലുള്ള യെരൂശലേമേ നീ നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞ ശാപമല്ലേ അവരുടെ മേൽ വന്നു. ടെലവീവ് അല്ലേ ക്യാപിറ്റൽ, എന്ത് യെരൂശലേം? അവരിപ്പോഴും യെരൂശലേമിന്റെ മതിലിന്റെ ഒരു സൈഡിൽ അവിടെ പോയിരുന്ന് തലയടിക്കുക.
വീപ്പിംഗ് വെയിലിംഗ് വാൾ ഇല്ലേ? ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ അല്ല, ഇവിടുത്തെ പണികളൊന്നും നിലനിൽക്കത്തില്ല. ഇവിടുത്തെ വീടും വസ്തുവും ബിസിനസ്സും കാശും ഇവിടുത്തെ സൗന്ദര്യവും ആരോഗ്യവും ഒന്നും നിലനിൽക്കത്തില്ല. നിലനിൽക്കുന്നത് ഒന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമ്പോൾ ജഡം പറയും അതൊക്കെ പിന്നീടല്ലേ. ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നല്ല സുഖമായിട്ട് സന്തോഷം, ഇവിടെ നിലനിൽക്കത്തെ കാര്യങ്ങൾ പരിശീലിക്കും. അപ്പൊ എന്നും എൻ്റെ ആത്മാവിൽ ജഡത്തിലും പോരാ. നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ പോരും? ചിലർ പറയും എനിക്കൊരു പോരുമില്ല. അവര് രക്ഷിക്കപ്പെട്ടോ എന്ന് ചിന്തിക്കണം. ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ജഡം ആത്മാവിനോട് പോരും. ആത്മാവ് ആത്മീയ മനുഷ്യനോട് പറയും, ജഡം ജഡത്തോട് പറയും. എൻ്റെ ആത്മീയ മനുഷ്യനും എൻ്റെ ജഡീക മനുഷ്യനും തമ്മിൽ എന്തുവാണ്? there's a fight going on. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. പാപത്തിന്റെ ആ ഒരു റേറ്റ് നിങ്ങൾ മനസ്സിലാക്കും. വ്യഭിചാരോ, മദ്യപാനോ, ഡ്രഗ് അബ്യൂസും, പാപം പെരുകുക. നമ്മളിവിടെ എന്തുവാ ചെയ്യുന്നത്? ഈ ഹൃദയഭാഗത്ത് നമ്മളിവിടെ ചേർന്നിരുന്ന് ആരാധിക്കുക. നമ്മുടെ ആരാധന സ്ട്രോങ് ആണെങ്കിൽ ഇവിടെ പാപം പെരുകുള്ളൂ. ഈ പട്ടണത്തിൽ പാപം പെരുകുമ്പോൾ, അന്യാരാധന പെരുകുമ്പോൾ നമുക്ക് ആത്മാവിൽ ഉണരാം. രണ്ട് അന്യഭാഷ പറഞ്ഞാൽ പോരാ, ആത്മാവിൽ നിറവ് പ്രാപിച്ച് ശക്തി പ്രാപിച്ച് പാപത്തെ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യും, ഇത് നമ്മുടെ കൂട്ടായ്മയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിവിടെ കൊച്ചി ദേശത്തുള്ള അനേക ദൈവമക്കളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും ഈ പാപം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ മധ്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും ഒക്കെ നിലനിൽക്കേണ്ടത്. അവിടെ ഒക്കെ വേർപാട് പാലിച്ച്, അല്ല ഏതൊരു വിഷയത്തിലും വേർപാട് പാലിച്ച് കൃപയോടുകൂടി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാപത്തിന് അല്പം പോലും ഇടം കൊടുക്കാൻ, അല്ല ഒരിച്ചിരി ഇടം കൊടുക്കല്, ഒരിച്ചിരി അതിനെ താലോലിക്കല്ലേ, ഒരിച്ചിരി പാപത്തെ പാമ്പർ ചെയ്യാൻ, അല്ല പാപത്തോട് പോരാടുവാൻ കർത്താവ് നമ്മളെ എങ്ങനെ പോരാടാനാണ് പറഞ്ഞിരിക്കുന്നത്? പ്രാണത്യാഗത്തോളം ജീവൻ കൊടുത്ത് പോരാടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. അതിന് പടയാളികളാണ്, സിവിലിയൻസ് അല്ല, സാധാരണക്കാരല്ല. നമ്മുടെ കോളിംഗ് പരമവിളിയാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഇവിടെ എഴുതിയിട്ടില്ലേ? രണ്ടാമത്തെ വിഷയം നമ്മൾ ഇവിടെ കണ്ടു, തമ്മിൽ വലിയ പോരാട്ടം. ഈ പോരാട്ടം ദേശത്ത് മാത്രമല്ല, ഈ പോരാട്ടം എൻ്റെ ഉള്ളിൽ നടക്കുന്നത്. എൻ്റെ ജഡത്തിന് ഇഷ്ടം ഇതൊക്കെയാണ്, ഈ ജഡമോഹമാണ് ഇഷ്ടം. എൻ്റെ ആത്മാവിന് ഇഷ്ടം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. ഈ പോരാട്ടത്തിന്റെ മധ്യത്തിൽ നമ്മൾ കൃപയോടുകൂടി, അവിടെ ബോംബുകളൊക്കെ ഇനിയും കൂടുതൽ പൊട്ടും, അതിൻ്റെയൊക്കെ മധ്യത്തിൽ കൃപയോടുകൂടി നിൽക്കുവാൻ. അല്ലല്ല, ഇത് വ്യക്തിപരമാ, പേഴ്സണലാ. ഞാൻ തീരുമാനമെടുക്കണം, എൻ്റെ കുടുംബം നിന്നാലും ഇല്ലേലും. അല്ലെങ്കിൽ സഭയിലുള്ള എല്ലാവരും എൻകറേജ് ചെയ്യണം. അതേ സമയത്ത് തന്നെ ഐ വിൽ നോട്ട് കോംപ്രമൈസ്. ദൈവം നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്.